തായ്ലൻഡിൽ നിന്ന് വരുന്നത് അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും. കനത്ത മഴയുടെയും പ്രളയത്തിന്റെയും പിടിയിലാണ് രാജ്യം. 300 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയാണ് തായ്ലൻഡിൽ പെയ്യുന്നത്. തായ്ലൻഡിലെ മിക്ക ഭാഗങ്ങളും പ്രളയത്തിൽ മുങ്ങി. പ്രളയക്കെടുതിയിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി 18 പേരാണ് മരിച്ചത്. തായ്ലൻഡിലെ തെക്കൻ മേഖലയായ ഹാറ്റ് തായ് പൂർണ്ണമായും പ്രളയത്തിൽ മുങ്ങി. മലേഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടെ 300 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. വീടുകളും വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി. പാതിയിലേറെ മുങ്ങിയ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കെട്ടിടങ്ങളുടെ മുകളിൽ അഭയം തേടിയവർ രക്ഷാപ്രവർത്തകർ എത്തുന്നതിനായി കാത്തിരിക്കുന്ന വീഡിയോകളും പുറത്തുവന്നു. സമീപ രാജ്യങ്ങളായ വിയറ്റ്നാമിലും മലേഷ്യയിലും കനത്ത മഴ പെയ്യുന്നു. വിയറ്റ്നാമിൽ മഴക്കെടുതിയിൽ 98 പേരാണ് മരിച്ചത്. മലേഷ്യയിൽ 19,000 പേരെയാണ് വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. 2 ദശലക്ഷത്തിലേറെ ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. 13,000 പേരാണ് ഇതിനോടകം ഷെൽട്ടറുകളിൽ അഭയം തേടിയിട്ടുള്ളത്. നിരവധി ആളുകൾ സഹായം ലഭിക്കാതെ വലയുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3,000 പേർക്ക് ഒരു ദിവസം ഭക്ഷണം നൽകാനുള്ള ഫീൽഡ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. 14 ബോട്ടുകളും വിമാനങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുന്നു. വിമാനവാഹിനി കപ്പലിനെ സഞ്ചരിക്കുന്ന ആശുപത്രിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. സോങ്ക്ലയെ ദുരിതബാധിത പ്രദേശമായി ചൊവ്വാഴ്ച മന്ത്രിസഭ പ്രഖ്യാപിച്ചിരുന്നു. ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ ആളുകൾ വൈദ്യുതി പോസ്റ്റിൽ പോലും അഭയം തേടി. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു.ของลูกก็เนี่ยคนลูกอ่ะได้ยินเสียงไหมช่วยจอดก่อนโอ้แต่โอ้ยคนลูกไปกวนขนาดนั้นเลยทุกทิศเลยอ่ะตอนนี้ฝั่งหนูคนตรงนั้นก็อยู่หลายคนแล้ว